എണ്ണയിലൊന്നും ഒട്ടും തന്നെ മുക്കി പൊരിക്കാതെ ഏറ്റവും ഹെൽത്തി ആയിട്ടും നല്ല സിമ്പിൾ ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. കയ്യിലെ അവലും അതേപോലെ തന്നെ ഗോതമ്പൊടിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ദാ ഇതുപോലെ വൈകുന്നേരത്തെ നല്ല ചൂട് ചായയുടെ കൂടെ എല്ലാവരും അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അവലാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോ 250 ml കപ്പിന് 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഡബിൾ ഹോഴ്സിന്റെ തീരെ കനം കുറഞ്ഞ അവലാട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ വെള്ള അവലോ അല്ലാന്നുണ്ടെങ്കിൽ ചുമന്ന അവലിൽ തന്നെ കുറച്ചും കൂടി കട്ടിയുള്ള അവലൊക്കെ ഉണ്ടല്ലോ, അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് മാത്രം എടുത്താൽ മതിയാവും. ഇതിപ്പോ ദാ ഇത്രയും തീരെ കനം കുറഞ്ഞ പേപ്പർ കനം എന്നൊക്കെ പറയില്ലേ, അത്ര കനത്തിലുള്ള അവലായതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് എടുത്തത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി ശരിക്കും കുതിർന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നോളൂ ട്ടോ. അവലൊക്കെ ഒട്ടും തന്നെ കനമില്ലാത്ത അവലല്ലേ. അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന അവല് നല്ല കനമുള്ള അവലാണെന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ട് വേണം കുതിർന്ന് വരാനായിട്ട് വെക്കാനായിട്ട്. ഇതിപ്പോ തീരെ കനം കുറഞ്ഞ അവലായതുകൊണ്ട് ഞാൻ കഴുകിയൊന്നുമില്ല, നേരെ തന്നെ വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചതേ ഉള്ളൂ. ഇനിയിപ്പോ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരപ്പാനിയാണ് എടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഈ കപ്പിന്, അതായത് 250 ml കപ്പിന് 1 കപ്പ് ശർക്കര വേണേ എടുക്കാനായിട്ട്. ഇതിപ്പോ ചെറിയ അച്ഛന്റെ ശർക്കര ആയതുകൊണ്ട് ഞാൻ 4 എണ്ണം ആട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുകട്ടോ ചെയ്യുന്നത്. കണ്ടതാ ഇതുപോലെ ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അലന്ന് ഇതുപോലെ ഒന്നും കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് തിളച്ച് തീരെ കുറുകുമൊന്നും വേണ്ട. ഇതുപോലെ നന്നായിട്ട് തിളച്ച് ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നും കൂടെ അലന്ന് വന്നാൽ മാത്രം മതിയാവും. അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ ചൂടൊന്ന് ആറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. നമ്മുടെ അവലൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കുതിർന്ന് വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കും കേട്ടോ. ഇനിയിപ്പോ ഒട്ടും തന്നെ വെള്ളം ഒന്നും ചേർക്കാതെ പതുക്കെ ഒന്നും കൂടെ കറക്കി എടുത്തുകൊണ്ട് വരാം. ഒരുപാട് അങ്ങോട്ട് അരച്ച് പേസ്റ്റ് പോലെ ഒന്നും ആക്കണ്ട. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതുപോലെ പതുക്കെ ഒന്നും കൂടെ കറക്കിയെടുത്താൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അവലെടുത്ത 250 ml കപ്പിന് അതേ കപ്പിന് തന്നെ 1 കപ്പ് ഗോതമ്പൊടി വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പൊ ഗ്രേറ്റ് ചെയ്ത ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും 1 കപ്പ്, അതേപോലെ തന്നെ ഗോതമ്പൊടിയും 1 കപ്പ് വേണം എടുക്കാനായിട്ട്. നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ തണുത്ത് വന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് അരിച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇതേപോലെ ഒന്നും കൂടെ അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്നും കൂടി മിക്സ് ആക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നല്ലോണം തന്നെ ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാവേ. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അവലും അതേപോലെ തന്നെ ഗോതമ്പൊടിയും ശർക്കരപ്പാനിയും എല്ലാമായിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാവേ. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് നമ്മുടെ ഈ മാവ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്ത് ഒന്നും കൂടി കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ പച്ചവെള്ളം അങ്ങനെ ചേർത്ത് മിക്സ് ആക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി എല്ലാം കറക്കിയെടുത്ത് നമ്മുടെ മിക്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. വെള്ളം ഒരുപാട് അങ്ങോട്ട് കൂടി പോവാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവാണ്. കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ നോക്കുമ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല കട്ടി കൂടുതലുള്ള, ഒരുപാട് ലൂസും ഒന്നും അല്ലാത്ത പാകത്തിനായിട്ട് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ മധുരമൊക്കെ ചേർത്തല്ലേ റെഡിയാക്കി എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും. ഇനി നന്നായിട്ട് പൊങ്ങി ശരിക്കും സോഫ്റ്റ് ആയി വരാനായിട്ട് ഒരു പിഞ്ച് മാത്രം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിന്റെ മിക്സിങ്ങിന്റെ പരിപാടി എന്ന് പറയുന്നത്. എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ അവല എടുക്കുമ്പോഴും അതേപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോഴും ഒന്നും കൂടെ നോക്കി മാത്രം ചെയ്തെടുത്താൽ മതി. ഈ ഒരു പരുവം കറക്റ്റ് ആണ് കേട്ടോ. ഒരുപാട് വെള്ളം കൂടുതലൊന്നുമില്ലാതെ നമുക്ക് മാവ് കോരി ഒഴിക്കാവുന്ന ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പോട്ട് തന്നെ റെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് വെക്കണ്ട, നേരെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് നെയ്യ് എല്ലാത്തിലേക്കും ഒന്നും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിന്റെ ഒരു 1/4 ഭാഗം ഇതേപോലെ അങ്ങോട്ട് കോരി ഒഴിക്കാം. സാധാരണ നമ്മൾ ഉണ്ണിയപ്പൊക്കെ റെഡിയാക്കി എടുക്കില്ലേ, ആ ഒരു രീതിക്ക് തന്നെ. ഇനി ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് ഒരു വശമൊക്കെ നല്ലോണം ഒന്നും കൂടെ റെഡിയായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഗ്യാസ് ഒരിക്കലും ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ, മീഡിയം ടു ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചാൽ മതി. ഒരു വശമൊക്കെ പതുക്കെ ഒന്നും കൂടെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുവാണ്. എല്ലാം ഇതേപോലെ നല്ലോണം തന്നെ മറിച്ചിട്ട് കൊടുത്ത് മറുവശവും കൂടി ഒന്നും കൂടെ റെഡിയായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ.
റെഡിയായി വരാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഒരു 4, 5 മിനിറ്റുള്ളിൽ തന്നെ റെഡിയായി വന്നോളും. ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് നോക്കി നിന്നിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഫുൾ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുതേ. രണ്ട് വശം നന്നായിട്ട് തന്നെ ഒന്നുകൂടി മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ ഇതുപോലെ. അപ്പം നമുക്ക് എടുത്ത് മാറ്റി അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മൾ ഓരോ ബാച്ച് റെഡിയാക്കുമ്പോഴും കുറച്ച് നെയ്യ് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ അവലും അതേപോലെ തന്നെ ഗോതമ്പൊടിയും ശർക്കരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന സിമ്പിൾ സ്നാക്സ് തന്നെയാണ്. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വൈകിട്ടത്തെ നല്ല ചൂട് ചായയുടെ കൂടെ എളുപ്പം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.